അപ്പോൾ നമ്മുടെ മുംബൈ യാത്രയുടെ 5-ാമത്തെ ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. ഇൽമാസ് ഇതൊക്കെ കാത്തല്ലേ ഉഷാറായിട്ട് പോവാണ്. അപ്പം നിങ്ങൾ നേരെ ഭക്ഷണം കഴിക്കണു. ലിമാസെ ഒരു സ്ഥാപനം ഉണ്ട്, ലിമാസ് സ്ഥാപനമല്ല മറ്റുള്ള സ്ഥാപനം, അവിടെ കൊണ്ട് ധാരാവിക്ക് പോകാണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ദർഗാ ഹോട്ടലിലേക്ക്. ഇപ്പോൾ ഈ അടുത്ത വശത്ത് കാണുന്ന ഈ ഒരു ശീല കെട്ടിയവിടെ ഇന്നലെ അവിടെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കല്യാണ വീടിൻ്റെ ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല, ജസ്റ്റ് ഒരു മറക്കും. പിന്നെ എൻ്റെ അവിടെ ഒരേ കല്യാണ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നമുക്ക് വേറെ ആൾക്കാർക്ക് പ്രവേശനമോ നോക്കാനോ അങ്ങനത്തെ ഒന്നും പറ്റിയ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നു. പുട്ട്, പൂരി, പൊറോട്ട, പുട്ട്, കറി അഭി ആയേക. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുംബൈ സംസ്ഥാന സ്ഥാപനമാണ് കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ ഓഫീസ്. ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്ത് നോക്കിയാൽ കാണുന്ന കാഴ്ച ഇതൊക്കെ മുംബൈയുടെ തെരുവുകളാണ് കാണുന്നത്. ഇതിൻ്റെ മുകളിലൊരു ഫ്ലോറിലായിട്ടുണ്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ. ഇതാണ് ഇതിൻ്റെ ഓഫീസ് കേട്ടോ. ഇവിടെ മംഗലാപുരംകാരനായിട്ടുള്ള ആളാണ് ഇതിൻ്റെ പ്രിൻസിപ്പൾ. മാഷ്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കാലത്ത് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമസ്തയുടെ ദാറുൽ ഹുദയുടെ ബ്രാഞ്ചിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അതാണ് കുട്ടികൾ പഠിക്കുന്നുണ്ട്. 10-25ഓളം കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. കുട്ടികളൊക്കെ ഓടി പഠിക്കുന്നുണ്ട്. ഉറുദു ആണ് തോന്നുന്നുണ്ട് പഠിക്കുന്നത്. കുറേ കിതാബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വളരെ ചുരുങ്ങിയ സ്ഥലത്താണ് ഈ 25ഓളം കുട്ടികൾ പഠിക്കുന്ന. പരിമിതമായ സൗകര്യം കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിലൂടെ എഴുതി പഠിപ്പിക്കുന്നുണ്ട്. മുതിർന്ന കുട്ടികളെ അതുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് മുംബൈയിലെ ഈ സ്ഥലത്തിൻ്റെ പേര് ഡോങ്ക്രിയിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു മഹത്തരമായിട്ടുള്ള സ്ഥാപനത്തിന് മുമ്പിലാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, ഇവിടെ മുംബൈയിലാകെ ഗുണ്ടാ വിളയാട്ടം നടക്കുന്ന സമയത്ത് മലയാളികൾക്കൊരു അത്താണിയായിരുന്ന ഖാദർഭായ്, തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ഖാദർഭായ് എന്ന വ്യക്തി അദ്ദേഹം മുൻകൈയെടുത്ത് നിർമ്മിച്ച ഒരു സ്ഥാപനമാണിത്. ഇന്നിവിടെ 10-80ഓളം ദാറുൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. ഇവിടെ പഠിച്ച് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം അവർ ദാറുൽ ജമാഅത്തിലേക്കാണ് അവർ പോകുന്നത്. അന്ന് ആ വ്യക്തി എടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ട് ഇന്ന് ഇവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കാനും അറിവ് നേടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു വലിയ അവസരമായിട്ടാണ് ഈ സ്ഥാപനങ്ങളുടെ ഉള്ളിൽ കയറി കണ്ടു. വളരെ പരിമിതമായ സൗകര്യങ്ങളെ കാര്യങ്ങളേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടി ആ ഒരു പരിമിതമായ സൗകര്യത്തിന് ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ അവർ കുറേ കുട്ടികളെ പഠിപ്പിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഇവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് നൗഫൽ ഉദവി എന്ന വ്യക്തിയാണ്. അദ്ദേഹം മംഗലാപുരം സ്വദേശിയാണ് കേട്ടോ. അപ്പോൾ അവരെ കാണാനും ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കാനും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനൊക്കെ സാധിച്ചു. ഇപ്പോൾ താഴെയാണ് ഇതിൻ്റെ ക്യാൻറ്റീന്. മുകളിലത്തെ 2 നിലകളിലായിട്ടാണ് ഇവിടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ്. ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ട് സ്കൂളിലേക്കാണ് പോരുകയാണ്. എന്തോ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ മുംബൈയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ശേരി പ്രദേശമായിട്ടുള്ള ധാരാവി സന്ദർശിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു, പക്ഷേ ബസ് കിട്ടിയില്ല. ആളുകൾ ഓരോരുത്തരും ഓരോ നമ്പറാണ് ബസ്സിൻ്റെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ റാപ്പിഡോ വിളിച്ചിട്ട് എന്ത് ചെയ്യാം, കാർ വിളിച്ചിട്ട് നമ്മൾ പോവാം. നമ്മൾ ധാരാവിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇരുവശങ്ങളിലായിട്ട് കാണുന്ന ബിൽഡിങ്ങുകളാണ് കേട്ടോ. വലിയ വലിയ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയൊക്കെ പണികൾ നടക്കുന്ന ധാരാളം ബിൽഡിങ്ങുകളുമുണ്ട്. ഇതൊക്കെ വരും വർഷങ്ങളിലൊക്കെ വലിയ സെറ്റപ്പായി മാറും. ഇവിടെ റോഡിലൊക്കെ മനോഹരമായിട്ടുള്ള ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ധാരാവിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചട്ടികളും കലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇവിടെ കളറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും.
ഇതാണ് ധാരാവിയുടെ ഉള്ളിലെ കാഴ്ചകൾ. ഈ കാണുന്നതൊക്കെ വീടുകളാണ് കേട്ടോ. ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ ആണ്. അവിടെ കുളിക്കലും നനക്കലും വീടും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെയാണ്. ധാരാളം ഇത്തരത്തിലുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ചെറിയ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് പിന്നെ ഇതിലൂടെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ സാധനം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഒരു വീടും കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിൻ്റെ മേലെ തന്നെയാണ് ആ തോന്നുന്നത്. ഇതൊക്കെയുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ. വളരെ ചെറിയ പിന്നെ ഇടവഴികളേ ഉള്ളൂ. ആ സാധനം ഇവിടെ നിന്നാണ് ജോലി ചുട്ടെടുക്കുന്നത്. ഇത് ചൂടാക്കി ഇവിടെ മൺപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട് അവർ നിർമ്മിച്ച് വെച്ചിട്ടുള്ള പാത്രങ്ങൾ. ഈ ചങ്ങായി നമ്മളെ കൊണ്ടുപോകണത് പിന്നെ അങ്ങോട്ട് വന്ന് കയറി മുട്ടിയതാണ്. നിങ്ങൾക്ക് എന്താ കാണ്ടിയെന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു പേടിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ പുറത്താടണം എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. മുംബൈയുടെ തന്നെ ഏറ്റവും ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ധാരാവി എന്ന് പറയുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചേരികളിൽപ്പെട്ട ഒരു ചേരിയാണിത്. മുംബൈയിലെ ഈ ധാരാവി എന്ന ചേരി ഒരുപാട് നായകളും മനുഷ്യന്മാരും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. ഇന്ത്യയിൽ നിന്നുള്ള വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു ഇടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട്. ഉള്ള ഇടുങ്ങിയ തെരുവുകളും അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള കോമൺ ബാത്റൂമുകളൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. ഇതാണ് കേട്ടോ ധാരാവിയിലെ പച്ചയായ കാഴ്ച. ഇവിടുത്തെ ഒരു തോടോ എന്തോ ആണിത്. എന്താ ഇതിൻ്റെ കഥ റബ്ബേ. ഇവിടെയൊക്കെ ഫ്ലാറ്റ് വീടുകളും കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് മൊത്തം ചേരി കിടക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഒരു ഏരിയ കൂടിയാണ് ഈ ധാരാവി എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഏരിയയാണിത്. ഇവിടെ കണ്ടാൽ മതി ആൾക്കാരൊക്കെ അതിൽ പോകണം വരുന്നൊക്കെ ഉണ്ട്. കണ്ടോ ധാരാവിയുടെ ഉൾവശം. നമ്മൾ ഇവിടെ ധാരാവിലെത്തി. ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ അങ്ങനെ നമുക്കൊരു പെർമിഷൻ ഇല്ല. ഇത് അവസ്ഥ എന്നറിയില്ല. ഒരുപാട് വീടുടെ മുഖങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് ബാക്കിലൊക്കെ കാണുന്നുണ്ടോ ധാരാവി. ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലെ കാഴ്ച. സത്യം പറഞ്ഞാൽ സൂര്യപ്രകാശം നിലത്ത് തട്ടുന്നില്ല. ഇതൊക്കെ ആളുകളുണ്ട്. ഇതൊക്കെ വീടുകളാണ്. എന്താ കഥ. ഈ കാണുന്ന ഓരോ ഡോറുകളും ഓരോ വീടുകളാണ് കേട്ടോ. ഇപ്പൊ രാത്രി ഉച്ച 2 മണി സമയമാണ്. പോയാണ് പുറത്ത്. ഇത് കണ്ടില്ലേ നമ്മൾ
നേരത്തെ കണ്ട ആ സ്ഥലമാണിത്. എന്താ പോയി സകല ബീച്ച് ഇതൊന്നും ക്ലീൻ ചെയ്യാതെ എന്താണ്. റാവി എന്ന് പറയുന്ന പ്രദേശം വെറും ഒരു ചേരി പ്രദേശം അല്ലെങ്കിൽ ഒരു താമസ സ്ഥലം മാത്രമല്ല, ഈ മുംബൈയുടെ സാമ്പത്തിക ചക്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ പ്രതിവർഷം 7000 കോടിയിലധികം രൂപയുടെ വരുമാനം ഉണ്ട്, വിറ്റുവരവുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് കാഴ്ചകൾ. ഇവർക്ക് ഇവരുടെ ജീവിതം നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നെ അദാനി ഗ്രൂപ്പ് ഇവിടെ ടൗൺഷിപ്പ് മോഡൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇതൊന്നും ഇവിടെ കാണുന്നില്ല. ഇവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവർ താമസിക്കുന്ന സ്ഥലം ഇതൊക്കെ പൂർണ്ണമായിട്ട് വീടുകളാണ് കേട്ടോ. അവിടെ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ ധാരാവിയോട് വിട പറയാണ്. ധാരാവിലെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ധാരാവിയുടെ മറ്റൊരു ഭാഗമാണ് കേട്ടോ. നമ്മളവിടുന്ന് ലോക്കൽ ട്രെയിൻ കയറി അവിടുന്ന് കയറിയാൽ കാണുന്ന കാഴ്ചയാണ്. നമ്മളെത്തി നിൽക്കുന്നത് മിനാർ മസ്ജിദ് പരിസരത്താണ് കേട്ടോ. ഇവിടെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാ ഒരു പള്ളി കാണാം. അതുപോലെ ഇതാ ഇവിടെ ഒരു പള്ളി കാണാം. കച്ചവടങ്ങളാണ് കേട്ടോ. ഇവിടെ വസ്ത്രങ്ങളൊക്കെ കണ്ടില്ലേ, ഫുള്ള് വർക്കുകളൊക്കെ ചെയ്ത വസ്ത്രങ്ങളാണ് ഫുള്ള് തൂക്കിയിട്ട്. ചെരുപ്പിൻ്റെ ഷോപ്പാണ് കേട്ടോ. നമ്മളിവിടുത്തെ സ്വീറ്റ്സിൻ്റെ കട വന്നതാണ്. ഇവിടെ റേറ്റൊക്കെ അപാര റേറ്റാണ്. 600, 700, 800, 1000, 1200, 1400 അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടോ. ഇതാണ് കട. ഇതിൻ്റെ ഉള്ളിൽ വലിയ ഷോപ്പാണ്. പിന്നെ ഒരുപാട് കച്ചവടം, ഒരുപാട് സ്റ്റാഫും, വലിയ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതാണ് കട. നമ്മൾ വീട്ടിലേക്കുള്ള യാത്ര തിരിച്ചാണ്. ഇവിടെ നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് മസ്ജിദ് ബന്ദർ എന്ന സ്റ്റോപ്പിലേക്ക് പോകാം കേട്ടോ. എൻ്റെ ബാക്കിലുള്ള ബിൽഡിങ്ങുകൾക്കിടയിലുള്ള വല കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഒത്തിരി കൂടുതൽ തിരക്കുള്ളൊരു സ്ഥലമാണ് അതെ. അപ്പം ഈ സാധനങ്ങളൊക്കെ വിൽക്കുമ്പം ഒന്ന് തടഞ്ഞിക്കാനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിലക് നഗറിലെത്തി കേട്ടോ. ഇവിടെ ലോക്കൽ ട്രെയിൻ ഇവിടെ ഇറങ്ങി. ഇനി നമുക്ക് ഇവിടുന്ന് നമുക്ക് ലൈൻ മാറിയിട്ട് നമുക്ക് ട്രെയിൻ പിടിക്കണം. അങ്ങനെ ഞങ്ങൾ ലോകമാന്യ തിലക് ടെർമിനലിലെത്തി. നാട്ടിലേക്കുള്ള ട്രെയിൻ കയറി. ദുരന്തോ എക്സ്പ്രസ് ആണ്. ഞങ്ങൾക്ക് 5 സ്റ്റോപ്പുകൾ. 5ാമത്തെ സ്റ്റോപ്പ് കോഴിക്കോടാണ്. ഏറ്റവും ബാക്കിലെ റോഡിലാണ് കേട്ടോ. മിസ്വണ്ണാണ്. ഇപ്പോൾ നമ്മളെ വണ്ടി ഏതാനും നിമിഷങ്ങൾക്കകം കോഴിക്കോട് എത്തിച്ചേരും. അപ്പോൾ നമ്മളവിടെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ, തകർക്കാവും. ജിൽമാസ് എങ്ങണ്ട് സാറല്ലേ? അതാണ് സെറ്റ്. നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി നമ്മൾ വീടുകളിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കാണ്.